ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അല്ല, ഇത് അപ്ലോഡ് ചെയ്യണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോവാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി അറിയണം, തമ്മിലൊക്കെ കണ്ടു കാണും. വേറെ ഒന്നല്ല, ഒരു ബ്രൈഡൽ ഷൂട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ അസീറ ബ്രൈഡൽ ആൻഡ് എന്തുട്ട് അതിൻ്റെ ഓണറായിട്ടുള്ള സാലിമ, അവളെൻ്റെ ഫ്രണ്ടാണ്. നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ആരാണ് നോക്കൂ. എന്നെ പോലെ ഇരിക്കുന്ന ഒരു അപരിനെ കണ്ടോ നിങ്ങൾ? ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ് സുറുമി. അപ്പോൾ സുറുമി ഹായ്. അപ്പോൾ സുറുമിയാണ് ഇന്ന് എന്നെ മേക്കപ്പ് ചെയ്യാൻ പോണേ. എന്താണ് എന്നെ ചെയ്യാൻ പോണേ? മുസ്ലിം ബ്രൈഡൽ മേക്ക് ഓവർ. മുസ്ലിം ബ്രൈഡൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മുസ്ലിം ബ്രൈഡൽ മേക്ക് ഓവർ. സിമ്പിൾ ആയിരിക്കണം എന്നാണ് പ്രതീക്ഷ. ചെയ്തേഴും പറയാ ബാക്കി. യെസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുസ്ലിം ബ്രൈഡൽ മേക്കപ്പ് എന്നെ ചൂസ് ചെയ്യാൻ എന്താ കാരണം? വേറെ ഏതെങ്കിലും നോക്കിയാൽ പോരായിരുന്നു, കുറച്ച് ഉമ്മിനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിന്റെ എപ്പോഴും ഒരേ ലുക്ക് അല്ലല്ലോ, ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മാറ്റി പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ മണിക്കൂറോളം നമ്മൾ പോസ്റ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അസീറ ബ്രൈഡൽസിൻ്റെ ഓണറായിട്ടുള്ള സാലിമ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം കാണിച്ചതാണ്. പുതിയ കളക്ഷൻസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, എനിക്കാണെങ്കിൽ കണ്ണെരിയണം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചിട്ടാം ഗൈസ്. കമ്മ ഹലോ ഹലോ. എങ്ങനെ? യെസ്, പുതിയ കളക്ഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. പുതിയ കളക്ഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എന്താണോ എന്തോ. അന്ന് ഇവളുടെ ഷോപ്പിന് ഇനോഗ്രേഷന് വന്ന സമയത്ത് അന്ന് തൊട്ട് ഇവള് പറയാണ് ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യണം അത്ര. ഹലോ, എത്ര മണിക്ക് എത്താനാ പറഞ്ഞേ? എത്ര മണിക്ക് എത്താനാ പറഞ്ഞേ? ഞങ്ങളോട് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 6 മണിയാകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞത്. ഞങ്ങൾ കറക്റ്റ് 6:30 എത്തി. ഞങ്ങൾ പറഞ്ഞു 6 മണിക്കൊന്നും എത്താൻ പറ്റില്ല, 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 6:30 എത്തി. അവൾ എത്തുന്നത് എത്ര മണിക്കാണ്? സുറുമി കൊള്ളാല്ലേ? യെസ് ഗൈസ്, ഇതാണ് സുറുമി. എല്ലാവരും പറയാറ് ഞങ്ങൾ ഒരേപോലെ ഇരിക്കാറുണ്ട്. നിങ്ങൾ പറയൂ. എൻ്റെ അബ്ബാടെ പെങ്ങളുടെ മകളാണ്. അപ്പോൾ ഞങ്ങൾ ഒരേപോലെയാണോ ഇരിക്കുന്നത്? ഇപ്പം ഇവിടെ ഇപ്പം നോക്കിയാൽ ഒരേപോലെയാണെന്ന് പറയില്ലായിരിക്കും, പക്ഷെ പണ്ട് പറയുമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ മേക്കപ്പ് പരിപാടി കാര്യങ്ങളിലേക്ക് കിടക്കാം. സമയമില്ല. റെഡിയല്ലേ? ചെയർ നമുക്ക് മാറി. ഗായ്സ്, ഇതാണ് അപ്പം എൻ്റെ ലുക്ക്. ഞാൻ എൻ്റെ ഫേസ് കാണിക്കുമല്ലോ ഇപ്പോൾ. ഇതാണ് ഡ്രസ്സ്. ഡ്രസ്സ് കണ്ടു നിങ്ങൾ? സാലിമ ഇങ്ങോട്ട് വാ. ഫേസ് ചെയ്തിട്ടില്ല, ഫേസ് നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ റെഡിയല്ലേ സുർമിയെ? ഓക്കെ, തുടങ്ങി വെച്ചാ ഗൈസ്. ഹെയർ വെക്കാം. ഹെയർ ഒന്ന് പൊക്കി കാണിച്ചേ ഹെയർ. കോമഡി ആകും ഇന്ന് മൊത്തത്തിൽ. ഓക്കെ, ഇത്രയും വലിയ ഹെയർ ആണ് ഗൈസ് എനിക്ക് വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹെയർ വെച്ച് തുടങ്ങാണ്. ജസ്റ്റ് വെച്ച് നോക്കുവാട്ടെ. ഓക്കെ ഗൈസ്, ശീലമില്ലാത്ത പരിപാടികളൊക്കെ നോക്കിക്കേ. ഹെയർ ഇങ്ങനെ കുറച്ച് മുടിയാക്കി ദേ എൻ്റെ ബട്ടർഫ്ലൈ കാണുന്നു, കണ്ടോ? ബട്ടർഫ്ലൈ. അയ്യോ, എന്തൊക്കെ കാണണം. ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം നമ്മൾ അല്ലേ? അല്ല, അയ്യോ ഇങ്ങനെ വരൂല. ഓക്കെ ഗൈസ്, പിന്നെ ഹെയർ കളർ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാലിമ ഒന്ന് വരാം ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി.
ഹെയർ ഇവിടെ ഹെയറുമായിട്ട് കളർ സാലിമയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഓഫ് ആക്കാറ് ഗൈസ്. ഓക്കെ, അപ്പോൾ ബാക്കി റെഡി ആയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഹെയറിലേക്ക് കിടക്കാണ്. ഹെയറിലേക്ക് കിടക്കല്ലേ എന്നാ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഹായ് ക്യാമറാമാൻ. ഹലോ. യെസ്, നഹാസ് അല്ലേ? നഹാസ് ഫ്രം കൊച്ചി. നമ്മളെല്ലാം കൊച്ചിക്കാരാണ് ഗൈസ്. സുറുമി ആലപ്പുഴയാണ്, പക്ഷെ കല്യാണം കഴിച്ചേക്കണം കൊച്ചിയിലാണ്. അതുകൊണ്ട് കൊച്ചിക്കാരിയായി. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാണിക്കുള്ളൂ, ബാക്കി ഫുള്ള് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ കട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുള്ള് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണണമെന്നുണ്ടാകും. കാണിച്ചു തരാം, വെയിറ്റ്. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. നോക്കൂ, മോതിരം, ഇതിലെന്താ സാധനം. ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ വേറെ എവിടെയോ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാം. നമ്മളിപ്പോ കാറി കയറി. എനിക്ക് നല്ല ചമ്മലൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, സാലിമയുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. പിന്നെ സുറുമിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യണം. സാലിമ സീറ്റ് ബെൽറ്റ് ഇട്. അപ്പൊ ഞങ്ങളിപ്പോ ആലുവയിലുള്ള ഏതൊരു മംഗലശ്ശേരി പവിലിയനിലേക്ക് പോവാണ്. അവിടെ പോയിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യണത്. അപ്പോ എന്താ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണണമെന്നുണ്ടാവില്ലായിരിക്കുമല്ലോ. എൻ്റെ ഔട്ട്ലുക്ക് കണ്ടാൽ മതിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്തത് സുറുമി ബ്രൈഡൽ. ഇത് എൻ്റെ കസിൻ സിസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രൈഡൽ മേക്കപ്പിനും അതുപോലെ വേറെ എന്തൊക്കെയാ ചെയ്യാം. ഫോട്ടോഷൂട്ടാണെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആണെങ്കിലും എല്ലാം, എൻഗേജ്മെൻറ്റ്, റിസപ്ഷൻ, എന്ത് പരിപാടിയാണെങ്കിലും യു ക്യാൻ കോണ്ടാക്ട് സുറുമി. അതുപോലെ തന്നെ ഇതുപോലെ അടിപൊളി കോസ്റ്റ്യൂംസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എടപ്പള്ളിയിലുള്ള അസീറ ബ്രൈഡൽ. പക്ഷെ ഞാൻ എറണാകുളത്ത് ഓൾമോസ്റ്റ് കടയിൽ ഞാൻ കീഴിലുള്ള ഉണ്ട്. പിന്നെ ആലപ്പുഴയിൽ അത്യാവശ്യം എനിക്ക് ബ്രൈഡൽ ഷോപ്പിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷെ രക്ഷയില്ലാത്ത സൂപ്പർ കളക്ഷൻസ് ആണ്. എനിക്ക് കണ്ടപ്പോ തന്നെ എല്ലാം ഒരു വെറൈറ്റി ടച്ചാണ് ഇവരുടെ കടയില്. അപ്പൊ എല്ലാ കളക്ഷൻസും ഉണ്ട് ഗൈസ്, ഡോണ്ട് മിസ് ഇറ്റ്. വെഡിങ് അല്ലേ. നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഗൈസ്, ഷൂട്ടൊക്കെ കഴിഞ്ഞതേ തളർന്നൊരു വഴിയായിരിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണൊക്കെ നോക്ക് നിങ്ങൾ, ചുമന്ന്. അയ്യോ, അതിൻ്റെ ഇടയിൽ ഇതേ ഏത് നേരം എൻ്റെ കണ്ണിൻ്റെ അവിടെ വന്നിട്ട് ടച്ചപ്പ് ഏത് നേരം കണ്ണിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കുക. അത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എൻ്റെ കണ്ണ് സെൻസിറ്റീവ്. ലെൻസ് വെക്കാൻ പെട്ട പാട് നിങ്ങൾ കാണാൻ. ലെൻസ് വെക്കാൻ 1 മണിക്കൂർ എടുത്ത് കഴിച്ചു. അതാണ് നമ്മൾ നല്ല ലേറ്റ് ആയത്. പിന്നെ എൻ്റെ കണ്ണ് പെട്ടെന്ന് ചുരുങ്ങി പോകും. ചെറിയ കണ്ണ്, അപ്പം ഇങ്ങനെ ചുരുങ്ങി പോകുകയാണ്. മേക്കപ്പ് ഭയങ്കര പ്രശ്നം. അങ്ങനെ നമ്മൾ എൻ്റെ ഈ കോലത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഗൈസ്. കണ്ട ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് അയച്ചിട്ട് നിങ്ങൾക്കത് ഫ്രീ ആവാൻ. എൻ്റെ കഴുത്തിലൊക്കെ നിങ്ങൾ കണ്ടത് നോക്കി എന്ത്. പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ വിശന്നിട്ട് ദാഹിച്ചിട്ട് നമ്മുടെ രണ്ടല്ലേ ക്ഷീണിച്ചു പോയി ഞാൻ. അതെ, ഞങ്ങൾ രാവിലെ ഒരു ബൂസ്റ്റ് മാത്രമാണ് കഴിച്ചിട്ടില്ല. പഴംപൊരി കൂടി ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ എൻ്റെ കോലം മൊത്തം ഒന്ന് അയച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, കൊള്ളാല്ലേ, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വിഷങ്ങളിലൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ഞാൻ ഇനി മൊത്തം ഒന്ന് അയച്ചു മാറ്റിയിട്ട് വരാം. ഓക്കെ, ബൈ. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ
ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. സുറുമിയുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. സാലിമയുടെ ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ മറക്കണ്ട, ഡ്രസ്സും മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യുക. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ. ഓക്കെ.